ദേശീയപാത തകർന്ന ചാവക്കാട് മണത്തല മേഖലയിലെ സാമ്പിൾ ശേഖരിച്ച് വിദഗ്ധ സമിതി. കൂടുതൽ പഠനം വേണമെന്ന് ഇന്നലെ സന്ദർശനം നടത്തിയ വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിരുന്നു. വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് മണ്ണ് ശരിയായ രീതിയിലാണോ നിറച്ചത് എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് സാമ്പിൾ ശേഖരണം. ചാവക്കാട് ദേശീയപാത നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി കളക്ടർക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ഇതിൻ്റെ ഒരു എത്രത്തോളം ഇതിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി അത് ഈ സ്ഥലത്ത് നിന്നുള്ള സാമ്പിളുകൾ എടുത്ത് പരിശോധന നടത്തിയ ശേഷം അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ദേശീയപാത അതോറിറ്റിയും അതിനോടൊപ്പം തന്നെ കളക്ടർ തൃശ്ശൂർ ജില്ലാ കളക്ടർ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ച് ഈ റോഡിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ സന്ദർശനം നടത്തിയ ഈ സംഘം അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച ശേഷം പിന്നീട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അടുത്ത നടപടികൾ എന്ത് വേണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അതിനോടൊപ്പം തന്നെ ആ ഒരു ഭൂപ്രകൃതി എത്രത്തോളം അതിനനുസരിച്ചാണ് അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ആ ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിക്ക് ചേർന്ന രീതിക്കല്ല അവിടെ ജോലികൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തലത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ കളക്ടർ നിയോഗിച്ച സംഘവും അതിനോടൊപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയും ഒക്കെ തന്നെ വ്യത്യസ്ത സംഘങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്.